ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഇറ്റ് ഡു ഇറ്റ് വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനിത്തുള്ള ഫോർമുലാസും ടിപ്സുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്തമാറ്റിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. അത് കണ്ട് സംശയങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതിന് മറുപടി നൽകുന്നതാണ്. നമുക്കിന്ന് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം. ഒരു നാട്ടിൽ ഒരു വിചിത്രമായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാഴ്ചശക്തി ഇല്ല. കാഴ്ചശക്തി ഇല്ല എന്ന് പറഞ്ഞാൽ പകല് കാഴ്ചയില്ല, രാത്രി മാത്രമേ കാഴ്ചയുള്ളൂ. ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായ ഒരു വൈകല്യമായിരുന്നു ഇത്. അങ്ങനെ ആ മനുഷ്യൻ വളർന്ന് വലുതായി വിവാഹപ്രായമെത്തി. അദ്ദേഹത്തിന് ഒരു വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിന് പെണ്ണ് ലഭിക്കുകയില്ല. കാരണം രാത്രി മാത്രം കാഴ്ചശക്തിയുള്ള ആൾക്ക് എവിടുന്നാണ് പെണ്ണ്? പിന്നെ പാവം കുടുംബവുമായിരുന്നു. അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉള്ള യുവാവായിരുന്നു. അങ്ങനെ ഈ യുവാവ് തൻ്റെ കാര്യങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നതിൽ രാത്രിയായിരുന്നു. പകല് വന്ന് വിശ്രമിക്കുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുകയോ ചെയ്യും. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയിലാണ്. അങ്ങനെ ഒരു രാത്രി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ഒരു വീടിന്റെ അടുത്തെത്തി. ഇരുട്ടിൽ ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടെത്തി. ആ പെൺകുട്ടി സൗന്ദര്യമുള്ള പെൺകുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമായി ആ പെൺകുട്ടിയെ. പക്ഷെ പെൺകുട്ടി ഇങ്ങോട്ട് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇയാള് വീട്ടിൽ തിരിച്ചെത്തി വീട്ടുകാരോട് വിവരം പറഞ്ഞു. അങ്ങനെ ആ വീടിന്റെ സ്പോട്ടൊക്കെ കാണിച്ചു കൊടുത്ത് മറ്റുള്ളവരുടെ സഹായത്തോടെ ആ വീട്ടിലോട്ട് യുവാവിനെയും കൊണ്ട് പകൽ സമയത്ത് വീട്ടുകാർ കൊണ്ടുപോയി. ആ പകൽ സമയത്ത് വലിയ സാമ്പത്തിക നിലവാരത്തിലുള്ള വീടായിരുന്നു. നാട്ടിലെ അറിയപ്പെട്ട പണക്കാരന്റെ വീടായിരുന്നു. കുട്ടിയെ കണ്ടു. കുട്ടി നല്ല സൗന്ദര്യമുണ്ട്. കുട്ടി ഇങ്ങോട്ടും കണ്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ട് കുട്ടിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ വീട്ടുകാർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായി. കാരണം കുടുംബം പാവപ്പെട്ടവരാണ്. മാത്രമല്ല രാത്രി കാഴ്ചയുള്ളൂ, പകല് കാഴ്ചയില്ല. വീട്ടുകാര് കിണഞ്ഞ് ശ്രമിച്ചു ഈ പെൺകുട്ടിയെ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ. പക്ഷെ പെൺകുട്ടി ഒരിക്കലും വിട്ടുകൊടുത്തില്ല. എനിക്ക് ഈ യുവാവിനെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്നായിരുന്നു പെൺകുട്ടിയുടെ അഭിപ്രായം. ഏതായാലും മനസ്സോടെ ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു കണ്ടീഷൻ വെച്ചു. നട്ടുച്ചയ്ക്ക് ആണ് താലികെട്ടൽ നടക്കേണ്ടത്. വീടിന് പുറത്തായിരിക്കണം. രണ്ടുപേരുടെയും വീടിന് പുറത്തായിരിക്കണം താലികെട്ടൽ എന്ന നിർദ്ദേശം വെച്ചു. ഈ പെൺകുട്ടിക്ക് ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. രാത്രി സാധാരണ കുറച്ചൊക്കെ കാഴ്ചശക്തി ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് രാത്രി തീരെ കാണില്ലായിരുന്നു. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വിവാഹത്തിന് ഒഴിഞ്ഞു മാറാൻ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് ഈ പിതാവ് ഉച്ച സമയത്ത് 12 മണിക്കാണ് താലികെട്ടൽ നടക്കേണ്ടത്. അത് മറ്റാരും സഹായിക്കാനുണ്ടാവില്ല. ഇവർ രണ്ടുപേരും താലി കെട്ടിയാൽ ഈ യുവാവിനൊപ്പം യുവതിക്ക് അവന്റെ വീട്ടിൽ പോകാവുന്നതാണ്. അങ്ങനെ ഇത് ചെക്ക് ചെയ്യാൻ ഈ പണക്കാരൻ ആളുകളെ വിട്ടിരുന്നു. പ്രത്യേകിച്ച് ദിവസമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഏതായാലും ഈ രണ്ടു വീട്ടുകാരും തീരുമാനിച്ചു ഈ വിവാഹം ഒരിക്കലും നടക്കുകയില്ല. എന്നാൽ പിന്നീട് ഈ യുവാവ് ചെയ്ത് രാത്രി നടന്ന് ഏകദേശം ഒരു ദിവസത്തെ വഴിദൂരമുണ്ട് ഈ പെൺ വീട്ടിലോട്ട്. അങ്ങനെ ഈ യുവാവ് എത്തിപ്പെട്ട് ഈ യുവതിയും നടക്കാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ നട്ടുച്ച സമയത്ത് അവരുടെ താലികെട്ട് നടന്നു. ഇതിൽ നിന്ന് പിന്നീട് ഈ യുവതിയെയും കൂട്ടി ഇരുട്ടിൽ തൻ്റെ വീട്ടിലോട്ട് വരൻ
കയറി വന്നു, അങ്ങനെ സുഖമായി ജീവിച്ചു. ഇതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, അല്ലെങ്കിൽ ബി പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്, then only we can succeed in life. ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്തമാറ്റിക്സ് ലേണിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഓൾ.